916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. പഞ്ചായത്തിൽ 3.5 വയസ്സുകാരിയുടെ ചെവി തെരുവുനായ കടിച്ചെടുത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ചിറ്റാറ്റുകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പിടിച്ച് വന്ധ്യംഗന്റെ പ്രവൃത്തി നടത്തി അവയുടെ പ്രത്യുൽപാദനം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട പഞ്ചായത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കണ്ണടച്ചു നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആ വ്യവസ്ഥിതിയുണ്ടല്ലോ, ആ വ്യവസ്ഥിതി മാറ്റാൻ ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റു യാതൊരുവിധ കാര്യം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മളുടെ മുന്നിലുള്ളത് തെരുവുനായ കടിയേറ്റ് മരിക്കുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയെന്നാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും കൃത്യമായി ഒരു ചികിത്സ കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെന്റ്. മന്ത്രിയോട് ചോദിച്ചാൽ മന്ത്രിക്കറിയില്ല. ആ പേവിഷബാധ ബാധിക്കാനുള്ള വാക്സിൻ പോലും സൂക്ഷിക്കാൻ ഫ്രീസർ പോലും ഇല്ലാത്തൊരു സംസ്ഥാനത്താണ് നൂറുകണക്കിന് ആളുകൾ പേപ്പട്ടി വിഷബാധയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സാബു സുവാസ് അധ്യക്ഷത വഹിച്ചു. PR സൈജൻ, AA നിഷാദ്, KM അമീർ, ശശികുമാർ, PC നീലാംബരൻ, ഡെന്നി തോമസ്, ബിൻസി സോളമൻ, ബാബു ചാക്കോ, PD സന്തോഷ്, ഷംസുദ്ദീൻ, ധന്യ ബാബു, രാജേഷ്, MK ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടിയുടെ ചികിത്സാ ചിലവടക്കം വേണ്ടിവരുന്ന മുഴുവൻ തുകയും പഞ്ചായത്ത് വഹിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നിർവഹിച്ച വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ആശംസകൾ അർപ്പിച്ച പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സൈജൻ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ വിഷയമായി ദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ മുൻ പ്രസംഗിച്ചവരെല്ലാം വളരെ കൃത്യതയോടുകൂടി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ, ഈ 5 വർഷക്കാലം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രത്തോളമുണ്ട് എന്നുള്ളത് ഈ തെരുവ് നായ വിഷയത്തിൽ മാത്രം നാം ഒന്ന് പരിശോധിച്ചാൽ മതി. മറ്റു ഏത് മേഖലയിലാണെങ്കിൽ പോലും അമ്പേ പരാജയപ്പെട്ട ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത്. നമ്മളുടെ ചിറ്റാറ്റുകര പഞ്ചായത്തിന്റെ 3-ാം വാർഡ് നീണ്ടൂരിൽ മിറാഷ് എന്ന വ്യക്തിയുടെ മകൾ നിഹാര ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ചെവിയുടെ ഒരു ഭാഗം മറ്റുപോവുകയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയും അവിടെ നിന്നും പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ സർജറി നടത്തി. 3 മണിയോടുകൂടി സർജറിക്ക് ശേഷം ശ്രീ ഡെന്നി തോമസ് അടക്കമുള്ള പ്രിയങ്കരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം തന്നെ എന്തിനാണ് ഈ സമരമെന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മിറാഷിൻ്റെ മകൾ, ആ കുട്ടിയെ 3 വയസ്സായ ആ കുട്ടിയെ പട്ടികടിയേറ്റ് ചെവി കടിച്ചെടുക്കുകയും ആ കുട്ടിയെ പറവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് കളമശ്ശേരിക്ക് കൊണ്ടുപോകേണ്ടി വരികയും ആ കളമശ്ശേരി ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ചെവിയുടെ കഷ്ണം ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് ആ കടിയേറ്റ സ്ഥലത്ത് നിന്ന് ആ ചെവിയുടെ കടിച്ചെടുത്ത ആ ബാക്കി കഷ്ണം കിട്ടിയത്. ബ്രൈറ്റ് ഗോൾഡ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ? 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. 30 വർഷത്തെ വിശ്വസ്തത, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം. ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം. 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. കഴിഞ്ഞ 30 വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ. 30 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ്, പടിഞ്ഞാറേനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം, കൊടുങ്ങല്ലൂർ. കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.